നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ശ്ലോകം 23. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. ആത്മാവിനെ ആയുധങ്ങൾക്ക് മുറിക്കാനാവില്ല, അഗ്നിക്ക് ദഹിപ്പിക്കാനോ വെള്ളത്തിന് നനയ്ക്കാനോ കാറ്റിന് ശോഷിപ്പിക്കാനോ കഴിയുകയില്ല. ശാശ്വതനായ ജീവാത്മാവ് അണുമാത്രനാകയാൽ മായാശക്തിക്കടിമപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. തീക്കട്ടയിൽ നിന്നുത്ഭവിക്കുന്ന തീപ്പൊരികൾ തീക്കു വെളിയിൽ പോകുമ്പോൾ അണഞ്ഞു പോകുന്നതുപോലെ ഭഗവാന്റെ സത്സംഗത്തിൽ നിന്ന് വിട്ടുപോകുന്ന ജീവാത്മാക്കൾ മായാശക്തിക്കടിമപ്പെടുന്നു. ആത്മാവിനെ പരമാത്മാവിന്റെ വിഭിന്നാംശങ്ങളായി പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീത സിദ്ധാന്തിക്കുന്നതും അവ എക്കാലത്തും അങ്ങനെ ഇരിക്കുമെന്നാണ്. മായാശക്തിയിൽ നിന്നും മോചനം ലഭിച്ചാലും ജീവാത്മാവ് പ്രത്യേകമായ വ്യക്തിത്വം പുലർത്തുന്നു. ഗീതോപദേശത്തിൽ നിന്ന് ഇത് വ്യക്തമാകുന്നുണ്ട്. കൃഷ്ണനിൽ നിന്ന് ആർജിച്ച അറിവുകൊണ്ട് അർജുനൻ മുക്തനായി. എന്നാൽ അർജുനൻ കൃഷ്ണനോട് ഒരിക്കലും ഏകീഭവിച്ചില്ല. ശ്ലോകം 24. അച്ഛേദ്യോ അയമധാഹ്യോയമക്ലേദ്യോ യശോഷ്യ ഏവച നിത്യഃ സർവഗത സ്ഥാണുരജലോയം സനാതനഃ. ജീവാത്മാവിനെ മുറിക്കാനോ ദഹിപ്പിക്കാനോ കുതിർക്കാനോ ഉണക്കാനോ കഴിയില്ല. ശാശ്വതനും സർവത്ര ഗമിക്കാൻ കഴിവുള്ളവനും പരിണാമങ്ങൾക്കതീതനും അജഞ്ചലനും നിത്യനുമാണ് ഈ ആത്മാവ്. അണുമാത്രനായ ജീവാത്മാവ് പരമാത്മാവിന്റെ ഒരംശം മാത്രമാണെന്നും അത് പ്രകാരം ശാശ്വതമായി മാറ്റമില്ലാതെ നിലനിൽക്കുമെന്നും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വിശേഷണങ്ങൾ നിശ്ചയമായും തെളിയിക്കുന്നു. ഭൗതിക കൽമഷങ്ങളിൽ നിന്ന് മുക്തനായ ജീവാത്മാവ് പരമദിവ്യോത്തമ പുരുഷന്റെ കൃഷ്ണന്റെ ജ്യോതി പ്രസരണത്തിൽ ഒരാത്മീയ സ്ഫുലിംഗമായി നിലകൊള്ളാൻ ഇഷ്ടപ്പെട്ടേക്കാം. പക്ഷേ ബുദ്ധിമാന്മാരായ ജീവാത്മാക്കൾ ഭഗവത് സംഗമത്തിനു വേണ്ടി ആത്മീയ ഗ്രഹങ്ങളിലേക്ക് കടക്കുക തന്നെ ചെയ്യും. ഇവിടെ സർവഗത എന്നാൽ സർവവ്യാപി എന്ന വിശേഷണം അർത്ഥപൂർണമാണ്. ഈശ്വര സൃഷ്ടിയിൽ എവിടെയും ജീവഗണങ്ങളുണ്ട് എന്നുള്ളതിന് സംശയമില്ല. ഭൂമിയിലും വെള്ളത്തിലും വായുവിലും മണ്ണിനടിയിലും തീയിൽ പോലും അവ ജീവിക്കുന്നു. അഗ്നി കൊണ്ട് അണുപ്രാണികളെ നശിപ്പിക്കാമെന്ന വിശ്വാസം അംഗീകരിക്കാനാവില്ല. എന്തെന്നാൽ ആത്മാവ് അഗ്നിയിൽ ദഹിക്കപ്പെടില്ലെന്നിവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നിലയ്ക്ക് സൗരഗ്രഹത്തിലും അവിടെ ജീവിക്കാനുതകുന്ന ശരീരഘടനയോടുകൂടിയ ആത്മാക്കൾ ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട.